30/11/2024 നടന്ന LGS എക്സാമിനേഷനിൽ ഗണിതവുമായി ബന്ധപ്പെട്ട് 20 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ 20 ചോദ്യങ്ങൾ ഉത്തരം നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 1, 8, 27, 64, 125 ഡാഷ്. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 1 എന്ന് പറയുന്നത് 1 × 1 × 1 ആണ്. 1 ക്യൂബാണ് 1. 8 2 ക്യൂബ്, 2 × 2 × 2 ആണ് 8. 27 3 ക്യൂബ് അല്ലെങ്കിൽ 3 × 3 × 3 ആണ് 27. 64 എന്ന് പറയുന്നത് 4 × 4 × 4 4 ക്യൂബാണ് 64. 125 5 ക്യൂബാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇവിടെ വേണ്ടത് 6ന്റെ ക്യൂബ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 6 × 6 × 6 6 36 36 × 6 216. അപ്പോൾ 216 ആണ് ഇവിടെ വരുന്ന സംഖ്യ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിട്ടുപോയത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. 9, 11, 15 ഡാഷ് 29, 39. അപ്പോൾ ഇവിടെ ഈ വിട്ട സംഖ്യ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. 9 15 വ്യത്യാസം 2 ആണ്. 11 15 വ്യത്യാസം 4. 15 ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. പിന്നെ ഇവിടുന്ന് 29 വ്യത്യാസമുണ്ട്. 29 39 വ്യത്യാസം 10 ആണ്. അവിടെ 2 4 ഇതിനിടയിൽ 2 സംഖ്യ ഒഴിവുണ്ട്. അടുത്തത് 10 വരണം. അപ്പോൾ തീർച്ചയായും 2 കഴിഞ്ഞാൽ 4, പിന്നെ 6 ആയിരിക്കും, പിന്നെ 8 ആയിരിക്കും, അടുത്തത് 10. അപ്പോൾ ഇവിടെ 15 നിന്ന് ഒരു 6 വ്യത്യാസം ഇവിടത്തേക്ക് വേണം. അപ്പോൾ 21 ആയിരിക്കും. 21 8 വ്യത്യാസം വരുമ്പോൾ 29 ആയിരിക്കും. 29 10 വ്യത്യാസം വരുമ്പോൾ 39. അപ്പോൾ 2 4 6 8 ഇതാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 21 ആയിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. EYE I സമം 808, ARM ആം സമം 639 എങ്കിൽ EAR എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഐയുടെ സ്ഥാനത്ത് 8 ആണ്, അല്ലെങ്കിൽ ഇയുടെ സ്ഥാനത്ത് 8, വൈയുടെ സ്ഥാനത്ത് 2, ഇയുടെ സ്ഥാനത്ത് 8, എയുടെ സ്ഥാനത്ത് 6 ആണ്, ആറിന്റെ സ്ഥാനത്ത് 3, എമ്മിന്റെ സ്ഥാനത്ത് 9. അപ്പോൾ EAR എന്തായിരിക്കും നോക്കാം. ഇയുടെ സ്ഥാനത്ത് എന്താണ്? ഇത് 8 ആണ്. അപ്പോൾ 8 എന്ന് വരും. എയുടെ സ്ഥാനത്ത് 6 ആണ്, അപ്പോൾ 6 എന്ന് എഴുതാം. ആറിന്റെ സ്ഥാനത്ത് 3 ആണ്, അപ്പോൾ 863. അപ്പോൾ ഇയുടെ സ്ഥാനത്ത് 863 ആണ് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ നമുക്കിത് ചിത്രം വരച്ച് ചെയ്ത് നോക്കാം. ബാബു നിൽക്കുന്ന സ്ഥലം എ ആണ്. അപ്പോൾ എയിൽ നിന്ന് കിഴക്കോട്ട് 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. അപ്പോൾ കിഴക്കോട്ട്, ഇതാണ് കിഴക്കോട്ട്, 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ, അതായത് ബിയിലാണ് എത്തിച്ചേർന്നത്. ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിക്കും. ഇവിടെ നിന്ന് ബിയിൽ നിന്ന് ഇടത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് 3 കിലോമീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചു, സിയിലെത്തി. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു. എവിടെ എത്തുന്നു? ഡിയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് ഡയഗ്രാം. എയിൽ നിന്ന് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു, വീണ്ടും അവിടെ ബിയിലെത്തി. ബിയിൽ നിന്ന് ഇടത്തോട്ട് സഞ്ചരിച്ച് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. അപ്പോൾ ഇപ്പോൾ ബാബു എത്തിയ സ്ഥലത്ത് നിന്ന് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അത്ര ദൂരം അകലത്തിലായിരിക്കുന്നു നോക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മുട്ടിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ കൂടി ചതുരം കിട്ടും. ആ ചതുരത്തിൻ്റെ വീതി 3 തുല്യമാണ് AD. അപ്പോൾ ഇത് 3 കിലോമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് എന്ന് ഡിയിലേക്കുള്ള, ഇപ്പം ബാബു ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് 3 കിലോമീറ്റർ അകലെയായിരിക്കും നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ 3 കിലോമീറ്റർ എന്നാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്ന്
ആണെങ്കിൽ ഏഴാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ടെന്നാണ് ചോദ്യം. ഒരു വരിയിൽ 5-ന്റെ സ്ഥാനം മുൻപിൽ നിന്നും 14. ഇവിടെയാണ് 5-ന്റെ സ്ഥാനം എന്ന് വിചാരിക്കുക. 5 നിൽക്കുന്ന സ്ഥലം മുൻപിൽ നിന്ന് എണ്ണി നോക്കുക 14 വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുൻപിൽ നിന്ന് 10 ആൾ കഴിഞ്ഞിട്ടായിരിക്കും 5 ഉണ്ടാവുക. പിന്നിൽ നിന്നാണെങ്കിൽ 7 പേരാണ്. പിന്നിൽ നിന്ന് ഇതാണ് പിന്നിൽ നിന്ന് 7 പേരുണ്ട്. 7 പേരുണ്ടാവുമ്പോൾ തീർച്ചയായും ഏഴാമത്തെ ആ സ്ഥാനമാണ് 5-നെങ്കിൽ ഇവിടെ നിന്നിടത്തേക്ക് 6 പേരും ഉണ്ടാവും. അപ്പോൾ മൊത്തം ആള്, അതായത് 10 പേര് മുമ്പിലുണ്ടാവും, 6 പേര് പിന്നിലുണ്ടാവും. 5-ന്റെ സ്ഥാനം എൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആകെ ആൾ വേണം ഈ 10ഉം 6ഉം 16ഉം 5 കൂടി 17. അപ്പോൾ 10 + 6 + 1, അപ്പോൾ 17 ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കണക്ക് ഇങ്ങനെ വേണം ചെയ്യാം. ഈ 11ഉം 7ഉം തമ്മിൽ കൂട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 18 കുറക്കണം 1, അതായത് 17 കിട്ടും. ആ രീതിയിൽ നമുക്ക് ഈ കണക്ക് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2.02 ഹരിക്കണം 202 എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2.02 ഹരിക്കണം 202 ഇതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ 202 ആയിരുന്നു എങ്കിൽ നമുക്ക് 202 വെച്ച് 1 കിട്ടും. അപ്പോൾ നമ്മൾ തീർച്ചയായും 2.02 202 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 202 ആവും. 2.02 100 കൊണ്ട് ഗുണിച്ചാൽ 202 ആവും. അപ്പോൾ വിലക്ക് വ്യത്യാസം വരെയൊക്കെ ഛേദത്തിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടും 2.02 100 ബൈ 202 100. ഇത് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.02 100 കൊണ്ട് ഗുണിച്ചാൽ 202. ഇപ്പോൾ 202 ബൈ 202 ഗുണിക്കണം 100 എന്നായിട്ട് മാറി. ഈ 202 ഒരു പ്രാവശ്യം പോകും. 1/100 എന്ന് കിട്ടും. നമുക്കറിയാം 1-നെ 100 കൊണ്ട് ഇരിക്കുമ്പോൾ 2 ദശാംശം ഇടും. അപ്പോൾ 0.01 എന്ന് എഴുതുക, അല്ലെങ്കിൽ 0.01 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ 0.01 എന്നുണ്ട്. ഈ 0.01 0.01 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0.010 ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഇങ്ങനെയായിരുന്നു. x/y = 4:3, y/z = 6:5 ആയാൽ x/z എന്താണെന്നുള്ളതാണ്. നമുക്കതിങ്ങനെ എഴുതാം. x, y, z ഇങ്ങനെ എഴുതാം. x/y = 4:3 ആണ്. ഇവിടെ 4 എന്ന് എഴുതാം, ഇവിടെ 3 എഴുതാം. ഇവിടെ 3 എഴുതിയതിനു ശേഷം തൊട്ട് വലത്ത് ഭാഗത്ത് വരുന്നതിന് 3 തന്നെ കയറി വരിക. y/z 6:5 ആണ്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് നേരെ 6 എന്നും സെറ്റ് സ്ഥാനത്ത് 5 എന്ന് എഴുതാം. ഇപ്പോൾ 6ന്റെ അടുത്ത ഭാഗത്ത് ഇതേ 6 തന്നെ മാറ്റി എഴുതാം. ഇപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ 4 6 24 എന്ന് വരും. 3 × 6 18, 3 × 5 15. ഇപ്പോൾ x/y/z എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24:18:15 എഴുതാം. നമ്മൾ ചോദിച്ചിരിക്കുന്നത് x/z ആണ്. x/z 24:15 എന്ന് വരിക. 24:15 ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ ആ വ്യത്യാസം എന്ന് പറയുന്നത് കാമണിക്കൂർ വ്യത്യാസമാണ്. കാമണിക്കൂർ എന്ന് പറയുന്നത് 15 മിനിറ്റ്. 15 മിനിറ്റ് 15 × 60 സെക്കൻഡ്. സെക്കൻഡിൽ എത്ര സെക്കൻഡ് വ്യത്യാസത്തെ ചോദ്യം. അപ്പോൾ 15 മിനിറ്റ് 15 × 60, അതായത് 10 × 60 600, 5 × 60 300, അങ്ങനെയാണ് 900. അപ്പോൾ 900 സെക്കൻഡാണ് ഇവിടെ ഉത്തരം കിട്ടുക. കാമണിക്കൂർ വ്യത്യാസമാണ്. കാമണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് 15 × 60 സെക്കൻഡ്, അതായത് 900 മിനിറ്റാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഇത് നോക്കാം. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അബുവിൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിന് 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ ആൾ അബു, മറ്റേത് അബുവിൻ്റെ മകൻ. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്.
അപ്പോൾ മകൻ്റെ പ്രായം നമുക്ക് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ 4x ആയിരിക്കും. രണ്ടാമത് പറയുന്നത് ഒരു 4 വർഷം മുമ്പ് 4 വർഷം മുമ്പ് മകൻ്റെ പ്രായം x-4 ആയിരിക്കും. അബുവിൻ്റെ പ്രായം 4x-4 ആയിരിക്കും. അപ്പോൾ 4 വർഷം മുമ്പ് ഈ മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങാണ് അബുവിൻ്റെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ മകൻ്റെ പ്രായം x-4 ആയതുകൊണ്ട് അതിൻ്റെ 7 മടങ്ങ് 7 × x-4 ഇതാണ് അബുവിൻ്റെ പ്രായമായ 4x-4 4 വർഷം മുമ്പ്. ഇത് മാറ്റി എഴുതിയാൽ 7 × x 7x മൈനസ് 7 × 28 സമം 4x-4 എന്ന് കിട്ടും. 4x ഇടതുഭാഗത്തും നെഗറ്റീവ് 28 വലതുഭാഗത്തേക്ക് മാറ്റിയാൽ 7x മൈനസ് 4x സമം നെഗറ്റീവ് 4 പ്ലസ് 28 എന്ന് കിട്ടും. 7x 4x വെച്ചാൽ 3x ആണ്. അപ്പോൾ 3x സമം നെഗറ്റീവ് 4 28 കൂട്ടുക 28 4 കുറക്കുക എന്നർത്ഥം. അപ്പോൾ 28 4 വെച്ചാൽ 24 ആവും. അതുകൊണ്ട് 3x 24 ആയതുകൊണ്ട് x 24 ഹരിക്കണം 3 അതായത് 8 കിട്ടും. ഇപ്പം എക്സിൻ്റെ വില 8 ആണ്. ഇപ്പോഴത്തെ പ്രായം എത്ര? അബുവിൻ്റെ പ്രായം ചോദിച്ചിരിക്കുന്നത്. അബുവിൻ്റെ പ്രായം ഇപ്പോൾ 4x ആണ്. 4x എന്ന് പറഞ്ഞാൽ 4 × എക്സിൻ്റെ വില 8. അപ്പോൾ 4 8 32. അപ്പോൾ 32 വയസ്സായിരിക്കും ഇപ്പോൾ അബുവിന്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ 3 8 4 ഈ 3 സംഖ്യ എഴുതിയിട്ടുണ്ട്. ഈ ത്രികോണത്തിലൂടെ 96 കാണാം. 6 4 ഇവിടെ സംഖ്യ എഴുതിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സംഖ്യ 24 ആണ്. അതുപോലെ ഇവിടെ 8 9 ആണ്, ഇവിടെ ഇല്ല. ഉള്ളിൽ എഴുതിയിരിക്കുന്നത് 72 ആണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 8 4 96 എന്ത് ബന്ധം? നമുക്കറിയാം 3 × 8 24 ആണ്. 24 4 കൊണ്ട് ഗുണിച്ചാൽ 96 കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഇവിടെയുണ്ട്. ഇവിടെ 6 4 ഗുണിച്ച് 24 ആണ്. ആ 24 ഏതുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 24 കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 1 കൊടുത്തു നോക്കാം. ഇവിടെ ശരിയാവുന്ന നോക്കാതെ 8 × 9 9 72 ആണ്. ആ 72 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അവിടെ 72 കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ വിട്ടിരിക്കുന്ന ഈ സ്ഥലത്തുള്ള സംഖ്യ 1 ആണ്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് 1 തന്നെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയല്ലേ, 76,54,325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഹരിച്ച് നോക്കാതെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കാണാൻ വേണ്ടിയിട്ട് ഹരിച്ച് നോക്കാതെ നമുക്ക് കണ്ടെത്താനൊരു വഴിയുണ്ട്. ആ വഴി ഇതാണ്. ഇതിൻ്റെ ഇടവിട്ട സംഖ്യകൾ ഒന്ന് കൂട്ടുക. 7 5 ഇവിടുത്തെ 3 ഇവിടുത്തെ 5. ഈ ഇടവിട്ട സംഖ്യ കൂട്ടുക. 7 + 5 + 3 + 5 ഇത് കൂട്ടി എത്ര കിട്ടും? 7 12 12 3 15 5 20 കിട്ടും. 20 ആണ് ഇവിടെ തുക വരുന്നത്. ബാക്കിയുള്ള ഇടവിട്ട സംഖ്യ അതായത് 6 4 2 ഇവ കൂട്ടുക. 6 4 2 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 6 4 10 10 2 12 കിട്ടും. അടുത്തത് ഈ 20 12 കുറക്കുക. 20 12 കുറച്ചാൽ നമുക്ക് കിട്ടും 8 കിട്ടും. ഇവിടെ ഇങ്ങനെ കിട്ടുന്ന സംഖ്യ 11 0 ആണെങ്കിൽ തീർച്ചയായിട്ടും 11 നിശേഷം ഹരിക്കാമെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ശിഷ്ടം കാണാൻ വേണ്ടിയിട്ട് ഈ 8-നെ 11 കൊണ്ട് ഹരിക്കുക. 8-നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണവനം 0 ആയിട്ട് ശിഷ്ടം 8 കിട്ടും. അപ്പോൾ ഈ ശിഷ്ടമായി വരുന്ന ഇതായിരിക്കും അതിനകത്ത് വരുന്ന ശിഷ്ടം 8. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഒരു സമഭുജ ത്രികോണ ചുറ്റളവ് 12.9. നമുക്കറിയാം എ വശമായി വരുന്ന ഒരു സമഭുജ ത്രികോണ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ a+a+a അതായത് 3a ആയിരിക്കും. ഈ 3a എന്ന് പറയുന്നത് 12.9 ആണ്. അപ്പോൾ എ എത്രയാണെന്ന് ചോദ്യം. ഒരു വശത്തിനാണ് കണ്ടുപിടിക്കണം. a സമം 12.9 എന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിച്ചാൽ മതി. 12.9 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? നമുക്ക് 3 1 പോലെ 12 4 3 12 കിട്ടും. ഇനി ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് മുകളിൽ ഇടുക. 9 താഴ്ത്തി ഇടുക. 9 3 വയസ്സും 3 3 9 ശിഷ്ടം 0 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 4.3 സെന്റിമീറ്റർ ആണ്. 4.3 സെന്റിമീറ്റർ ആണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്.
ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് ചോദ്യം. ഏതൊരു സംഖ്യയിൽ നിന്ന് 3/8 കുറക്കുന്നു, പിന്നീട് ഒരു 1/8 കുറക്കുന്നു. അപ്പോൾ 3/8 1/8 ഈ രണ്ടും കൂട്ടിയതാണ് മൊത്തം കുറക്കുന്നത്. അപ്പോൾ 3/8 1/8 കൂട്ടിയാൽ നമുക്ക് ചേരായതുകൊണ്ട് 3 4 4/8 ആയിരിക്കും. 4/8 എന്ന് പറഞ്ഞാൽ 1/8 അര. അപ്പോൾ ഏതൊരു സംഖ്യ എക്സിൽ നിന്ന് ഈ അര കുറക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന എത്ര 5/12 എന്ന് പറയുന്നത്. 3/8 1/8 കുറക്കുന്നു പറയുന്നത്. അപ്പോൾ മൊത്തം കുറക്കുന്ന സംഖ്യ 3/8 + 1/8 അതായത് 4/8 ആയിരിക്കും. 1/2. അപ്പോൾ ഏതൊരു സംഖ്യ എക്സിൽ നിന്ന് 1/2 കുറച്ച് കഴിഞ്ഞാൽ 5/12 കിട്ടും. അതുകൊണ്ട് എക്സ് കാണാൻ വേണ്ടിയിട്ട് 5/12 + 1/2 കിട്ടും. ഈ -1/2 കിട്ടും, +1/2 ഉണ്ടാവും. ഇത് ലഘൂകരിക്കുന്നത് ഇങ്ങനെയാണ്. 5 × 2 5 × 10 + 12 × 1 1 12 12 /12 24 വരും. അതായത് 10ഉം 12ഉം കൂട്ടിയാൽ 22 22/24. വേണമെങ്കിൽ ഇത് ലഘൂകരിച്ച് കഴിഞ്ഞാൽ 11/12 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 11/12 ഓപ്ഷൻ ഉണ്ട്. 22/24 അല്ലെങ്കിൽ 11/12 മാറ്റിയതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 1.25 കുറക്കണം 0.25 1.25 + 0.75 എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 1.25 0.25 കുറച്ചാൽ കിട്ടും. 1.25 കുറക്കണം 0.25 എന്ന് പറഞ്ഞാൽ 0.1. അവിടെ നമുക്ക് 1.01 കിട്ടും. 1/1.25 0.75 കൂട്ടിക്കഴിഞ്ഞാൽ 5 × 10 ബാക്കി 1 7 8 10 0 ബാക്കി 1 1 2 2.0 2.0 മീൻസ് 2. 1/2 ദശാംശമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. 1 2 കൊണ്ട് വെച്ചാൽ അര എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഈ മണി ഇങ്ങനെ ചെയ്യാം. 1 ഹരിക്കണം 2 എടുക്കുക. 1 2 പോവില്ല. അപ്പോൾ 0.10 ആകുമ്പോൾ 5 2 10 ശിഷ്ടം 0 0.5. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തുടർച്ചയായ 5 സംഖ്യയുടെ തുക 510. നടുവിലത്തെ സംഖ്യ എത്ര എന്നുള്ളതാണ് ചോദ്യം. തുടർച്ചയായ 5 സംഖ്യയുടെ തുക 510 ആയാൽ നടുക്കത്തെ സംഖ്യ ഏതാണെന്ന ചോദ്യം. അപ്പോൾ തുടർച്ചയായ 5 സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പൊതുവ്യത്യാസമുള്ള ഒരേ പൊതുവ്യത്യാസമുള്ള ഒരു ശ്രേണി സമാന ശ്രേണിയിലെ സംഖ്യകളായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നടുക്കത്തെ തുക കാണാൻ വേണ്ടിയിട്ട് അവരുടെ ശരാശരി കണക്കാക്കിയാൽ മതി. ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുക ആകെ എണ്ണം. ഇവിടെ തുക എന്ന് പറയുന്നത് 510 ആണ്. ആകെ തുക 510 ആണ്. 510 ആകെ എണ്ണം 5 ആണ്. അപ്പോൾ 510 5 കിട്ടും. ലഘൂകരിച്ചാൽ 1 5 0 10 5 2 പ്രാവശ്യം 2 5 10 എന്നാണ് വരിക. അപ്പോൾ 102 ഉത്തരം കിട്ടണം. 105 എന്നൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ കൃത്യമായിട്ട് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാനുള്ള സാധ്യത. അപ്പോൾ 102 ശരിക്ക് കിട്ടേണ്ട ഉത്തരം. വേറൊരു ചോദ്യം. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്റർ 10 സെന്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്ററുമാണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് ചോദ്യം. പരപ്പളവ് എന്നാണ് വിസ്തീർണം, ഏരിയ. അവിടെ പറയുന്നത് ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12ഉം 10ഉം ആണ്. ഇപ്പോൾ 2 ചതുരങ്ങളുണ്ട്. ഒന്നാമത്തേൻ്റെ 12 ആണെങ്കിൽ രണ്ടാമത്തേൻ്റെ 10 എന്നർത്ഥം. അതുപോലെ വീതി ഏതംശത്തിലാണെങ്കിൽ ഒന്നാമത്തേത് 6 ആണ് വീതിയെങ്കിൽ രണ്ടാമത്തേത് 8 എന്നീ രീതിയിലാണ്. അപ്പോൾ ഇതാണ് നീളം വീതിയും 2 ചതുരങ്ങൾ തന്നിരിക്കുന്നത്. പരപ്പളവുകളുടെ അംശമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് നീളം ഗുണിക്കുന്ന വീതി. ചതുരത്തിൻ്റെ പരപ്പളവ് നീളം ഗുണിക്കുന്ന വീതി. അപ്പോൾ 6 12 72 8 ഇവിടെ. അതുപോലെ 8 10 80 വരും. അപ്പോൾ ഇവിടെ അംശം വന്നു. ഏരിയയുടെ അംശം എന്ന് പറഞ്ഞാൽ 72:80 വരും. അതിനോടെ നമുക്ക് പൊതുവായിട്ട് 8ന്റെ ഗുണിതമായി വരുന്നതുകൊണ്ട് 8 കൊണ്ട് ഇരിക്കുക. അപ്പോൾ 72നെ 8 കൊണ്ട് ഇരിക്കുക, 80നെ 8 കൊണ്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 8 72 10 8 80 9:10. ഇതാണ് അവയുടെ ഏരിയ തമ്മിലുള്ള അംശബന്ധം. 9:10. 2 × 5 × 7 × 4 × 2 × 5 × 7 ഇതിന്റെ റൂട്ട്, ഇതിന്റെ വർഗ്ഗമൂലം എത്ര എന്നുള്ളതാണ് ചോദ്യം.
നമുക്കിപ്പോൾ റൂട്ടിനുള്ളിൽ ഇപ്പോൾ റൂട്ട് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അത് എ ആണ്. അപ്പോൾ രണ്ട് സംഖ്യ റൂട്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ റൂട്ടിന് വെളിയിലാകുമ്പോൾ ഒരെണ്ണമായിട്ട് മാറും. ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഒഴിവാക്കുമ്പോൾ ഒരു 2 കിട്ടും. 2 ഇൻറ്റു 5 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 5 ഇൻറ്റു 7 2 പ്രാവശ്യമുണ്ട്. 7 ഇൻറ്റു പിന്നെയുള്ളത് റൂട്ട് 4 റൂട്ട് 4 റൂട്ടിനുള്ളിലുള്ളത്. അപ്പോൾ അത് വെളിയിൽ വരുമ്പോൾ 2 എന്ന് വരും. 2 2 പ്രാവശ്യം അപ്പോൾ ഒരു 2 വരും. 5 ഇൻറ്റു 5 5 വരും. ഇവിടെ 7 ഇൻറ്റു 7 ഒരു 7. പിന്നെ ഇവിടെയുള്ള ആകെ ഒറ്റയായിട്ട് 4 ഉണ്ട്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 5 10 10 ഇൻറ്റു 7 70 70 2 140 140 ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത യുദ്ധത്തിലേക്ക് പോകാം. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് എത്രയാണെന്ന് നോക്കാം. 1500 രൂപയ്ക്ക് ഇതാണ് പരസ്യവില. 8% ഡിസ്കൗണ്ട് 8% 8/100. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഡിസ്കൗണ്ട് 1500ന്റെ 8% ഡിസ്കൗണ്ട് ലഘൂകരിച്ച് നോക്കാം. നമുക്ക് ഈ 2 പോവും. 15 ഇൻറ്റു 8 കിട്ടും. 15 ഇൻറ്റു 8 100 ആണ്. അപ്പോൾ 100 രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് 1500 രൂപയുടെ സാരി 8% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എന്ന് പറയുന്നത് 1500 നിന്ന് ഈ 100 കുറവായിരിക്കും. അതായത് 1350. അപ്പോൾ 1350 രൂപക്കാണ് വിൽക്കുന്നത്. ഈ 1350 രൂപക്ക് വിൽക്കുമ്പോൾ തന്നെ 20% ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ വില എന്ന് പറഞ്ഞത് ഈ 1350 എന്ന് പറയുന്നത് യഥാർത്ഥ വിലയുടെ 100% ആയിരിക്കും. 20% ലാഭം കിട്ടുമെന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം അതാണ്. യഥാർത്ഥ വിലയുടെ 100%മാണ് 1350. അപ്പോൾ യഥാർത്ഥ വിലയുടെ 120% 100/100 ഇതാണ് 1350. അപ്പോൾ യഥാർത്ഥ വില എന്ന് പറയുന്നത് 1350 ഹരിക്കണം 120/100 കിട്ടും. അപ്പോൾ ഇവിടെ ലഘൂകരിക്കുമ്പം 1350 ഗുണിക്കണം, അതായത് 120/100 കൊണ്ട് ഹരിക്കുന്ന പകരം 100/100 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അപ്പോൾ ലഘൂകരിച്ചാൽ ഈ 0 ഒരു 0 പോകും. 12 1350 എത്ര പ്രാവശ്യം പോകും നോക്കുക. 1350 12 ഒരു 12 12 ബാക്കി 1 18 വീണ്ടും ഒരു 12 12 ബാക്കി 6 60 5 12 60 ഇഷ്ടം 0. അപ്പോൾ ഈ പറഞ്ഞ 12 1350 115 പ്രാവശ്യം പോകും. ആ 115 ഇൻറ്റു ഇവിടുത്തെ ബാക്കി 10 ഉണ്ട്. 115 ഇൻറ്റു 10 1150 രൂപ. 1150 രൂപയായിരിക്കും യഥാർത്ഥ വിലയായിട്ട് വരുന്നത്. അടുത്ത യുദ്ധത്തിലേക്ക് പോകാം. +8 ഗുണിക്കണം +12 ഹരിക്കണം +4 ഗുണിക്കണം -6. ഇതിൻ്റെ വില എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇപ്പം ഗുണനം ഹരണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബോർഡ് മാസ് ആ തത്വം ഉപയോഗിക്കണം. അതായത് ഇവിടെ ഡിവിഷനാണ് ആദ്യം, ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് +12 ഹരിക്കണം +4 എന്ന ക്രിയ ആദ്യം ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +8 ഗുണിക്കണം +12നെ +4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചിഹ്നം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. 12 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ +3 ഇവിടെ വരിക. ഗുണിക്കണം എന്തുണ്ട് -6 കൂടിയുണ്ട്. അപ്പോൾ +8 ഗുണിക്കണം +3 ഗുണിക്കണം -6 രൂപത്തിലേക്ക് വന്നു. ഇവിടെ ഈ പോസിറ്റീവ് ഗുണിച്ചാൽ പോസിറ്റീവാണ്. ആ പോസിറ്റീവ് വീണ്ടും ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുമ്പോൾ നെഗറ്റീവ് ഉത്തരം കിട്ടും. ഒരു പോസിറ്റീവിൻ്റെയും ഒരു നെഗറ്റീവ് സംഖ്യയുടെയും ഗുണമെല്ലാം ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ചിഹ്നം വരുന്നത് നെഗറ്റീവാണ്. ഈ സംഖ്യ ഗുണിച്ചാൽ മതി. 8 ഗുണിക്കണം 3 24 24 ഗുണിക്കണം ഒരു 6 കൂടിയുണ്ട്. 6 24 ബാക്കി 2 6 12 14 144 കിട്ടും. നെഗറ്റീവ് ചിഹ്നം നേരത്തെ ഇട്ട് കഴിഞ്ഞു. ബാക്കി 144 ചേർത്താൽ മതി. അപ്പോൾ നെഗറ്റീവ് 144 കിട്ടുക. +4 കൊണ്ട് ഹരിക്കും. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. +3 കിട്ടും. +3 -6 ഗുണിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വീണ്ടും നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. 8 × 3 24 × 6 144
അപ്പോൾ നെഗറ്റീവ് 154 കിട്ടുക. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഇങ്ങനെയാണ്. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര എന്നുള്ളതാണ് ചോദ്യം. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? അപ്പോൾ അത് സമയം കാണണമെങ്കിൽ നമുക്ക് ദൂരം അറിയണം, വേഗത അറിയണം. ഇവിടെ ദൂരം എന്ന് പറയുന്നത്, ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും ചേർന്നായിരിക്കും. അപ്പോൾ ട്രെയിനിന്റെ നീളം 160ഉം പ്ലാറ്റ്ഫോമിന്റെ നീളം 200 കൂടി ചേർത്തിട്ട് 360 ആയിരിക്കും സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ആ ദൂരം എന്ന് പറയുന്നത് 360. ഇനി നമുക്ക് വേഗത അറിയണം. വേഗത അറിയാൻ ഇവിടെ തന്നിരിക്കുന്നത് ഈ 160 മീറ്റർ നീളമുള്ള ട്രെയിൻ 8 സെക്കൻഡ് കൊണ്ടാണ് ഒരാളെ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വേഗത എന്ന് പറയുന്നത് ഒരാളെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയായിരിക്കും. അവിടെ 160. വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 160 ദൂരം ബൈ സമയം എന്ന് പറയുന്നത് ഇവിടെ 8 സെക്കൻഡാണ്. അപ്പോൾ 160 8 കിട്ടും. അതായത് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വേഗത. 160 മീറ്റർ നീളമുള്ള ട്രെയിൻ 8 സെക്കൻഡ് കൊണ്ടാണ് ഒരാളെ കടന്നു പോകുന്നത്. അതുകൊണ്ട് വേഗത എന്ന് പറയുന്നത് 160/8 ദൂരം ബൈ സമയം 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കിവിടെ 2 കാര്യം കിട്ടി. ഈ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെയും കൂടിയുള്ള നീളം 360, ആകെ നീളം 360 മീറ്ററും വേഗത 20 മീറ്റർ പെർ സെക്കൻഡുമാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ സഞ്ചരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ആകെ ദൂരം 360 ബൈ വേഗത എന്ന് പറയുന്നത് 20ആണ്. ദൂരം ബൈ വേഗതയാണ് സമയം. 360 20 കിട്ടും. അതായത് 0 0 36 2 18 കിട്ടും. അപ്പോൾ 18 സെക്കൻഡാണ് ഇവിടെ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ട്രെയിൻ എടുക്കുന്ന സമയം. 18 സെക്കൻഡ്. ഇതാണ് ഇത് ഉത്തരം.